സ്റ്റാലിൻ ജോസഫിനെ പറ്റി ബാലചന്ദ്രൻ അലീനയോട് സംസാരിക്കുമ്പോൾ പുറത്തുനിന്ന് ഒളിഞ്ഞു കേൾക്കുകയാണ് ബബിത. ബബിതയ്ക്ക് ആ കാര്യങ്ങളിലൊക്കെ എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, മോളെ നിന്റെ അച്ഛനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരട്ടെ, നിനക്ക് നിന്റെ അച്ഛനെ കാണണമെന്ന് ആഗ്രഹമൊന്നുമില്ലേ? അപ്പോൾ അലീന പറയാണ്, അച്ഛാ എനിക്ക് അച്ഛൻ്റെ കൂടെ പോകണമെന്നൊന്നുമില്ല, പക്ഷേ അച്ഛനെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഇത് കേൾക്കുന്ന ബബിതയ്ക്ക് വല്ലാതൊരു ഷോക്കാവുന്നുണ്ട്. ഇത് അച്ഛൻ്റെ മകളല്ലേ, അപ്പോൾ അവൾ എന്തിനാ അച്ഛൻ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? അലീന അച്ഛൻ്റെ മകളല്ല എന്നറിയുമ്പോൾ അമ്മയ്ക്ക് വലിയ സന്തോഷവും. അങ്ങനെ ഈ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ട് ബബിത വൈജയന്തിയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് വൈജയന്തിയോട് പറയുന്നുണ്ട്, അമ്മ ഒരു കാര്യം അറിഞ്ഞോ? എന്താടി പറ. അത് ആ അലീന അച്ഛൻ്റെ മകളല്ല. എന്താ ഇപ്പോൾ നിനക്ക് അങ്ങനെ പറയാൻ കാര്യം? അത് അച്ഛനും അലീനയും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു അമ്മേ. അവളുടെ അച്ഛൻ ഏതോ സ്റ്റാലിനാണെന്ന്, അയാളെ അച്ഛൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പോവുകയാണെന്ന്. സ്റ്റാലിനെന്ന് കേൾക്കുമ്പോൾ തന്നെ വൈജയന്തിക്ക് വല്ലാത്തൊരു വെപ്രാളവും മുഖത്തൊക്കെ ആ ഒരു പരിഭ്രമവും വെപ്രാളവും ഒക്കെ കാണുമ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, ഞാൻ വിചാരിച്ചിരുന്നത് ഇത് അച്ഛൻ്റെ മകളല്ല അലീന എന്നറിയുമ്പോൾ അമ്മയ്ക്ക് വലിയ സന്തോഷമാവുമെന്നാ. ഇതിപ്പോൾ അമ്മയ്ക്ക് വല്ലാത്തൊരു വെപ്രാളമായല്ലോ, അമ്മയുടെ മുഖമൊക്കെ ആകെ അങ്ങ് വേർത്തു പോയല്ലോ. എന്ത് പറ്റിയമ്മേ? എന്താ അമ്മയ്ക്ക് ഈ സ്റ്റാലിനെ നേരത്തെ അറിയാമോ? അപ്പോൾ വൈജയന്തി വല്ലാത്ത ദേഷ്യത്തോടു കൂടി ബബിതയോട് പറയുന്നുണ്ട്, നീ എന്താടി പറയുന്നത്? എനിക്കങ്ങനെ ഒരാളെ അറിയില്ല. ഇതാരാ ഇങ്ങനെ സ്റ്റാലിൻ? നീ എന്തിനാ എന്നോട് ഇതൊക്കെ വന്ന് പറയുന്നത്? എനിക്കറിയില്ല, നീ ഒന്ന് എൻ്റെ മുന്നേ നിന്ന് പൊയ്ക്കേ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ബബിതയെ മുറിക്കകത്തുനിന്ന് ആട്ടിവിടുന്നുണ്ട്. വൈജയ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, അയ്യോ അപ്പോൾ ആ സ്റ്റാലിൻ തന്നെയായിരിക്കുമോ ഇത് അലീനയുടെ അച്ഛനാണോ? അപ്പോൾ എൻ്റെ മകളാണോ അലീന? അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ട്, മോളെ നിൻ്റെ അച്ഛൻ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് 3 മക്കളുണ്ട് അയാൾക്ക്. പക്ഷേ അയാളുടെ ഭാര്യയുമായിട്ട് ഇപ്പോൾ വേർപിരിഞ്ഞതിന് ശേഷം മക്കളുമായിട്ട് ഒരുമിച്ചാണ് കഴിയുന്നത്. അപ്പോൾ ആ വിവരങ്ങൾ അറിയുമ്പോഴും അലീനയ്ക്ക് വല്ലാതെ സങ്കടമാവുന്നുണ്ട്. എന്താ അച്ഛാ അങ്ങനെ? ഈ കാര്യം അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കുമോ അവർ അച്ഛനെ ഉപേക്ഷിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല മോളെ. അയാളോട് ഞാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, ഇത്രമാത്രം എനിക്കറിയാം. ബബിതയെ റൂമിൽ നിന്ന് മാറ്റി പറഞ്ഞു വിട്ടുവെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ വൈജയന്തിക്ക് വല്ലാതെ ടെൻഷൻ ആവുകയാണ്. താൻ സ്നേഹിച്ചിരുന്ന തൻ്റെ കുഞ്ഞിന് ജന്മം നൽകിയ അയാൾ തന്നെയായിരിക്കും, അയാളാണോ അലീനയുടെ അച്ഛൻ? അയാൾ എന്തിനാ ബാലചന്ദ്രൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്? അപ്പോൾ ബാലചന്ദ്രന് എൻ്റെ പഴയ കഥകളെല്ലാം അറിയാമായിരുന്നോ? ഇങ്ങനെ പല ചിന്തകളും വൈജയന്തിയുടെ ഉള്ളിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വൈജയന്തി ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നുണ്ട്. അവൾ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. താനും അയാളും തമ്മിൽ ഒരുപാട് സ്നേഹത്തോടെയും സന്തോഷത്തോടു കൂടിയും ആഗ്രയിൽ താമസിച്ചിരുന്ന ഒരു സമയം. പൂർണ്ണ ഗർഭിണിയായിരിക്കെയാണ് സ്റ്റാലിന് നാട്ടിലേക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടാവുന്നത്. അവിടെ വെച്ച് പിന്നെ സ്റ്റാലിന് എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ള കാര്യം വൈജയന്തിക്ക് അറിയില്ല. അതിനുശേഷം അവളുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഏട്ടൻ ഗംഗാധര മേനോനാണ് നാട്ടിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുവരുന്നതും. വൈജയന്തിയുടെ അച്ഛനും കുഞ്ഞിരാമൻ നായരും ചേർന്നാണ് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതും. പിന്നെ ആ കുട്ടി മരിച്ചുപോയി എന്നാണ് അവളുടെ അച്ഛൻ അവളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നാളും തൻ്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പിക്കില്ല എന്ന വിശ്വാസത്തിൽ തന്നെയായിരുന്നു വൈജയന്തി കഴിഞ്ഞിരുന്നത്. തൻ്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ താൻ മറ്റൊരു വിവാഹത്തിന് ഒരിക്കലും തയ്യാറാവില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചിരിക്കുകയായിരുന്നു വൈജയന്തി. പക്ഷേ കാര്യങ്ങളെല്ലാം തലകീഴായിട്ട് മറിഞ്ഞു. അപ്പോൾ ഇനി എൻ്റെ മകൾ തന്നെയായിരിക്കുമോ അലീന? എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അവൾ എൻ്റെ മകൾ തന്നെയായിരുന്നെങ്കിൽ ഞാൻ എന്തുമാത്രം അവളെ ദ്രോഹിച്ചു, എനിക്കത് ഓർക്കാൻ കൂടെ വയ്യ. അങ്ങനെയൊന്നും ആയിരിക്കരുതേ ദൈവമേ. എത്ര സ്റ്റാലിൻമാർ കാണും. ഇതിപ്പോൾ എനിക്ക് ആ പേര് അറിയാമെന്നുള്ളത് കൊണ്ട് അയാളെ തന്നെയായിരിക്കും എനിക്ക് ഓർമ്മ വരുന്നത്. അതുപോലെ എത്രയോ പേര് കാണും. ചിലപ്പോൾ വേറെ വല്ല സ്റ്റാലിനൊക്കെ ആയിരിക്കും ഇവളുടെ അച്ഛൻ, അല്ലാതെ അതായിരിക്കില്ല. ഇങ്ങനെ മനസ്സിനെ പറഞ്ഞ് പല കാര്യങ്ങളും ഉറപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവൾക്ക് വല്ലാതെ ടെൻഷൻ അടിക്കുന്നുണ്ട്. താൻ സ്നേഹിച്ചിരുന്ന തൻ്റെ കുഞ്ഞിന് ജന്മം നൽകിയ ആ ഒരു പുരുഷൻ തന്നെയാണോ വീട്ടിലേക്ക് വരുന്നത്? അത് ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് നീറിപ്പുകയുമ്പോൾ വൈജയന്തി ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, നിങ്ങൾ ആരെയാ ഇനി ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നത്? ആരോ പിഴച്ചു പ്രസവിച്ച ഈ പെണ്ണിൻ്റെ അച്ഛനെയോ? അയാളെ എന്തിനാ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്? അതിൻ്റെ ആവശ്യമില്ല ബാലചന്ദ്ര എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിനക്കെന്താ വൈജയ് ഇത്ര വലിയൊരു പ്രശ്നം? അവളുടെ അച്ഛനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നതിന് നിനക്ക് സന്തോഷമല്ലേ ഉണ്ടാവേണ്ടത്? കാരണം എൻ്റെ തലയിൽ നിന്ന് അവൾ അങ്ങ് പോകുമല്ലോ. പിന്നെന്താ നിനക്ക് ഇത്ര വലിയൊരു ടെൻഷൻ?
അതിൻ്റെ ആവശ്യം എന്താ വൈജയ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വൈജയ്ക്കാണെങ്കിലും ബാലചന്ദ്രനോ പറയാൻ യാതൊരു ഉത്തരവും കിട്ടുന്നില്ല. വൈജയന്തി തിരിച്ച് ദേഷ്യത്തോടു കൂടി തന്നെ റൂമിലേക്ക് പോവുകയാണ്. ആ സമയത്ത് കൃഷ്ണമോള് വന്ന് അമ്മയോട് പറയുകയാണ്, അമ്മേ എന്താ അമ്മേ, അമ്മയ്ക്കൊരു സങ്കടം പോലെ. ഞാൻ വിചാരിച്ചിരുന്നത് അമ്മയ്ക്ക് വലിയ സന്തോഷമാവുമോ എന്നാണല്ലോ. കാരണം അലീന ചേച്ചിയെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്നേ അമ്മ ആഗ്രഹിക്കുന്നുള്ളൂ. അത് അലീന ചേച്ചിയുടെ അച്ഛൻ വന്ന് കൊണ്ടുപോകട്ടെ അമ്മേ, അപ്പോൾ അമ്മയ്ക്ക് എന്തായാലും സന്തോഷമാവും. അപ്പോൾ അച്ഛൻ്റെ തലയിൽ നിന്നും ഒഴിഞ്ഞു പോവുമല്ലോ അലീന ചേച്ചി. പിന്നെ എന്താ അമ്മയ്ക്കൊരു ടെൻഷൻ, ഇതിപ്പോൾ കാണാത്തൊരു പരിപാടിയാണല്ലോ. ഞാൻ വിചാരിച്ചെന്നത് അമ്മ ഇപ്പോൾ തുള്ളിച്ചാടുമെന്നാ. അമ്മയ്ക്ക് എന്താ ഇത് കേൾക്കുമ്പോൾ അമ്മയുടെ വല്ല ആരെങ്കിലും ആണോ? അമ്മ ഈ പേര് നേരത്തെ കേട്ടിട്ടുണ്ടോ? അതുപോലെയൊക്കെയാണല്ലോ അമ്മയുടെ മുഖം കാണുമ്പോൾ. അല്ലെങ്കിൽ എന്താ അമ്മയ്ക്കാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിലോ? അമ്മ ആ കുട്ടിയെ തിരിച്ച് ഏറ്റെടുക്കുമായിരുന്നോ? ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ വൈജയന്തിയുടെ കണ്ണിലൊക്കെ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈജയന്തിക്ക് തിരിച്ച് വല്ലാത്ത ദേഷ്യത്തോടു കൂടിയാണ് കൃഷ്ണമോളോട് ഉത്തരം പറയുന്നത്. നീ ആരാടി എന്നോട് ഇതൊക്കെ ചോദിക്കാൻ? എനിക്കതിൻ്റെ അവസ്ഥയൊന്നും വന്നിട്ടില്ല. എൻ്റെ അമ്മ ഇത്രയും കിടന്ന് ചാടേണ്ട ആവശ്യമൊന്നും ഒന്നുമില്ല. ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അമ്മയ്ക്കൊരു കുഞ്ഞുണ്ടായിരുന്നു, അത് മരിച്ചുപോയി. പക്ഷേ അതിപ്പോൾ ജീവനോട് ഇരിപ്പുണ്ടെന്ന് അറിഞ്ഞാൽ ആ കുഞ്ഞിനെ സ്വീകരിക്കുമോ? ഇതൊക്കെ ഞാനൊന്ന് വെറുതെ അറിയാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ അമ്മ ഇങ്ങനെ കിടന്ന് ദേഷ്യപ്പെടണോ? ഇതുകൂടെ കേൾക്കുമ്പോൾ വൈജയന്തി ആകെ തളർന്ന് തരിപ്പണമായാണ് ആ റൂമിലേക്ക് ഇരിക്കുന്നത്. നീ എൻ്റെ റൂമിൽ നിന്നൊന്ന് ഇറങ്ങി പോവോ കൃഷ്ണമോളെ എന്ന് ചോദിച്ചിട്ട്, അപ്പോൾ കൃഷ്ണമോള് എൻ്റെ അമ്മയെ എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് തന്നെ വാതിലടിച്ചതിന് ശേഷം പണ്ടത്തെ അലമാരയൊക്കെ തപ്പിപ്പറക്കി വൈജയന്തി അതിലൊരു പെട്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് സ്റ്റാലിൻ പണ്ട് തനിക്ക് നൽകിയ ആ ഒരു റിങ്, അതും തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ കണ്ട ഫോട്ടോയും, അത് രണ്ടുമാണ് അവൾ ഇത്രയും നാളും കാത്തു സൂക്ഷിച്ചു വച്ചിരുന്നത്. ആ റിങ്ങിലേക്ക് ഇങ്ങനെ നോക്കി അവളിങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും വൈജയന്തിയുടെ കയ്യിൽ നിന്നും ആ റിങ് താഴേക്ക് പോകുന്നത്. വൈജയന്തി റൂമിൽ കടച്ചിരിക്കുകയാണ് എന്നറിയുന്ന അലീന ഓടി അവളുടെ റൂമിലേക്ക് വരുമ്പോൾ ആ റിങ് അവളുടെ അടുത്തേക്കാണ് ചെന്ന് വീഴുന്നത്. അവൾ പതിയെ ആ റിങ് ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ മാഡം ഇതെന്താ ഇപ്പോൾ ഇങ്ങനെ എടുക്കാൻ കാര്യം? ഇത് ആരുടെ റിങ്ങാ? അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും പുറത്തൊരു കാറിൻ്റെ ശബ്ദം കേൾക്കുന്നത്. വല്ലാത്ത ഞെട്ടലോട് കൂടി വൈജയന്തി ജനലിൽ കൂടെ നോക്കുമ്പോൾ ഒരു സൈഡിൽ നിന്നും മനു ഇറങ്ങുന്നുണ്ടായിരിക്കും. അപ്പുറത്തെ സൈഡിൽ നിന്നും ഇറങ്ങുന്ന ആളെ കണ്ട് വൈജയന്തിയുടെ കയ്യും കാലും വിറച്ച് അവൾ ഭയന്ന് വിറച്ച് റൂമിലേക്ക് ഓടുകയാണ്. അവൾ നോക്കുമ്പോൾ അവൾ പണ്ട് കണ്ട അതേ സ്റ്റാൻലി, ഇപ്പോൾ പ്രായത്തിൻ്റേതായിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇത് ആ സ്റ്റാൻലി തന്നെ, താൻ ഒരുപാട് സ്നേഹിച്ചിരുന്ന, ഒരു കാലത്ത് തൻ്റേത് മാത്രമാണെന്ന് ഒരുപാട് സ്നേഹിച്ചിരുന്ന തൻ്റെ സ്റ്റാൻലി. പക്ഷേ ഇന്ന് അയാളെ കാണാൻ പോലും ആഗ്രഹിക്കാത്ത ആ ഒരു അവസ്ഥയിലാണ് വൈജയന്തി ഉള്ളത്. സ്റ്റാൻലി റൂമിലേക്ക് കയറി വരുമ്പോൾ അലീനയെ കാണുന്ന സ്റ്റാൻലി ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ച് കരയാണ്. മോളെ, നിനക്ക് സുഖമാണോ? ഒരിക്കലും നിന്നെ ഉപേക്ഷിച്ച് കളയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല. ഞാൻ അറിഞ്ഞില്ലായിരുന്നു നീ ജീവനോടെ ഇരിപ്പുണ്ടെന്ന്. ഞാൻ വിചാരിച്ചിരുന്നത് അന്നത്തെ പ്രസവത്തിൽ നീ മരിച്ചുപോയി എന്നാണ്. അങ്ങനെയാണ് എന്നോട് ഒത്തിരി പേര് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ നിന്നെപ്പറ്റി തിരക്കിയില്ല. ഈ അച്ഛനോട് നീ ക്ഷമിക്കണം മോളെ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് സ്റ്റാൻലി നോക്കുകയാണ്. ബാലചന്ദ്രനാണെങ്കിലും തൻ്റെ ഭാര്യയുടെ മുൻ കാമുകനാണ് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റാൻലിയോട് വളരെയധികം അങ്ങനെ സ്നേഹമൊന്നും കാണിക്കുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായില്ലേ, നിങ്ങളുടെ മകളെ കാണാൻ പറ്റിയില്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് വൈജയന്തി റൂമിൽ നിന്നും ഓടി വരികയാണ്. എന്നിട്ട് അലീനയുടെ കൈകളിലേക്ക് നോക്കുമ്പോൾ ആ മോതിരം കാണുന്ന സ്റ്റാൻലി അലീനയോട് ചോദിക്കുന്നുണ്ട്, മോളെ നിനക്കിത് എവിടെന്നാ ഈ ഒരു മോതിരം കിട്ടിയത്? അതച്ഛ വൈജയന്തി മാഡത്തിൻ്റെ കയ്യിൽ നിന്നാ എന്ന് പറയുമ്പോൾ വൈജയന്തിയുടെ മുഖത്തേക്ക് സ്റ്റാൻലി ഇങ്ങനെ നോക്കുകയാണ്. പണ്ട് താൻ വൈജയന്തിക്ക് കൈമാറിയിരുന്ന റിങ് അവളിപ്പോഴും അത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. അപ്പോൾ തന്നോട് ചെറിയൊരു സ്നേഹമൊക്കെ മനസ്സിൽ വച്ചിട്ടുമുണ്ട്. അങ്ങനെ സ്റ്റാൻലി വൈജയന്തിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ വൈജയന്തിക്കാണെങ്കിൽ ഒട്ടും സഹിക്കാൻ കഴിയാതെ അവൾ ഭ്രാന്തിയെ പോലെ ആയ ഒരു അവസ്ഥയിലായിരുന്നു. കാരണം തൻ്റെ മകള് ഇത്രയും നാളും തന്നോടൊപ്പം ഉണ്ടായിരുന്നിട്ട് ഒരു നിമിഷം പോലും തൻ്റെ മകളെ മനസ്സിലാക്കാൻ കഴിയാത്തൊരമ്മയാണല്ലോ ഞാൻ. എന്തുമാത്രം തൻ്റെ മകളെ ഞാൻ ദ്രോഹിച്ചു. എൻ്റെ ദൈവമേ, എന്തൊരു പാപിയായ അമ്മയാണ് ഞാൻ. തൻ്റെ മകൾ ഇത്രയും നാളും കൂടെ ഉണ്ടായിരുന്നിട്ട് സ്വന്തം ചോരയെ തിരിച്ചറിയാൻ കഴിയാതെ പോയ മഹാപാപിയാണ് ഞാനിനി എന്തിന് ജീവിച്ചിരിക്കണം? എൻ്റെ മകളെ ഇപ്പോൾ അറിഞ്ഞ നിമിഷത്തിൽ അവളിപ്പോൾ അവളുടെ അച്ഛൻ്റെ കൂടെ പോകാൻ പോകുന്നു. മോളെ, നീ ഇനി എന്നോടൊപ്പം നിൽക്കണം, പോകരുത്. അങ്ങനെ അവൾ കരഞ്ഞ് അലീനയുടെ കാലിലേക്ക് വീഴുമ്പോൾ അലീന പറയുന്നുണ്ട്,
എന്താ ഇത് നിങ്ങൾ കാണിക്കുന്നത്? ഇത്രയും നാളും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞോ? എന്നോടൊന്ന് സ്നേഹത്തോടെ പെരുമാറാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഇല്ലല്ലോ. ഇനി ഞാൻ എൻ്റെ അച്ഛനോടൊപ്പം പോകുന്നു. പക്ഷേ അച്ഛനും ഒരു കാര്യം ഓർക്കണം. സ്വന്തം അച്ഛനാണ് എങ്കിലും എനിക്ക് നിങ്ങളെക്കാളേറെ സ്നേഹം തന്നത് എൻ്റെ ഇവിടുത്തെ അച്ഛനാണ്. അച്ഛൻ എന്നെ പൊന്നുപോലെ നോക്കി, സ്വന്തം മകളെപ്പോലെ നോക്കി. അങ്ങനെ ഒരു മനുഷ്യനും ലോകത്ത് ചെയ്യില്ല. പക്ഷേ നിങ്ങൾ രണ്ടുപേരും എന്നെ ഉപേക്ഷിച്ചു. ഇന്ന് ഈ നിലയിലാക്കിയത് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ ഇനിയും നീ ഇവിടെ നിന്നാൽ എന്തെല്ലാം പീഡനങ്ങൾ സഹിക്കേണ്ടി വരും. നീ ഇത്ര നാളും എങ്ങനെ ഇവിടെ കഴിഞ്ഞു എന്ന് പോലും എനിക്കറിയില്ല. അതുകൊണ്ട് നിനക്കൊരു സുരക്ഷിതത്വം വേണം. നിൻ്റെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ നീ പോകണം. സ്റ്റാൻലി നിന്നെ പൊന്നുപോലെ നോക്കിക്കോളും. അച്ഛ, എനിക്ക് അച്ഛനെ കളഞ്ഞിട്ട് പോകാനായിട്ട് തോന്നുന്നില്ല അച്ഛ. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നിനക്ക് എപ്പോൾ വേണമെങ്കിലും നിനക്ക് ഇങ്ങോട്ടേക്ക് വന്നൂടെ? ഇത് നിൻ്റെ വീടല്ലേ, പിന്നെ എന്താ ഇപ്പോൾ കുഴപ്പം? ഇപ്പോൾ നീ സ്റ്റാൻലിയോടൊപ്പം പോവൂ എന്ന് പറഞ്ഞ് സ്റ്റാൻലിയുടെ കൂടെ പറഞ്ഞയക്കുകയാണ് അലീനയെ. ഇത് കാണുമ്പോൾ ചങ്ക് പൊട്ടി നിലവിളിച്ച് വല്ലാത്തൊരു ഭ്രാന്തിയായി മാറുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് വൈജ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മഴത്തോരു മുമ്പേടെ വരാനിരിക്കുന്ന പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.